നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ MP ആണ്. എന്നെ ഞങ്ങളുടെ സഖാവിൻ്റെ അടുത്തേക്ക് കടത്തിവിടണം. അവിടെ റെയ്ഡ് നടക്കുമ്പോൾ ഞാൻ കൂടി അടുത്ത് വേണം എന്നൊക്കെ കേന്ദ്ര സേനയോട് കിടന്ന് അലറിയിട്ട് ഒരു കാര്യവുമില്ല. തോക്കുമായാണ് അവർ അവിടെ രാവിലെ, അതായത് പുലർച്ചെ മുതൽ കാവൽ നിൽക്കുന്നത്. പറഞ്ഞു വരുന്നത് നമ്മുടെ ജോൺ ബ്രിട്ടാസ് MP കുറിച്ചാണ്. ഷോ കാണിക്കാൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ റെയ്ഡ് നടക്കുന്ന വസതിയിലേക്ക് പോയി. പുലി പോലെ പോയതാ, പക്ഷേ എലി പോലെ തിരിച്ചിറങ്ങേണ്ടി വന്നു. EDയുടെ റെയ്ഡിനിടെ പിണറായി വിജയന്റെ വീടിനകത്തേക്ക് പോകാൻ ശ്രമിച്ച ജോൺ ബ്രിട്ടാസ് MPയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇന്ന് പുലർച്ചെ മുതൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ നടക്കുന്ന റെയ്ഡിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് മാധ്യമങ്ങൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 12ഓളം ഇടങ്ങളിലാണ് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നിലവിൽ തിരുവനന്തപുരത്ത് താമസിക്കുന്ന വാടക വീട്ടിലും, അദ്ദേഹത്തിന്റെ കണ്ണൂരിലുള്ള വീട്ടിലും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മരുമകൻ മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും മറ്റുള്ള സ്ഥാപനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള സ്ഥാപനങ്ങളിൽ ഏകദേശം 12 ഇടങ്ങളിലാണ് ഒരുപോലെ ഒരേ സമയത്ത് ഇന്ന് പുലർച്ചെ മുതൽ ED റെയ്ഡ് നടക്കുന്നത്. ഇതിനിടയിലാണ് എല്ലായിടത്തും പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇവിടെയുള്ള വസതിയിലേക്ക് ജോൺ ബ്രിട്ടാസ് MP എത്തിയത്. പിണറായിയെ കളങ്കപ്പെടുത്തി അപമാനിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. നീക്കത്തിലൂടെ പിണറായി വിജയനെയും പാർട്ടിയെയും തളർത്താനാവില്ലെന്നാണ് അദ്ദേഹം അത് കഴിഞ്ഞ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് തീയിൽ കൊരുത്ത് അഗ്നിപാതയിലൂടെ മുന്നേറിയ ഒരു നേതാവാണ്. ഇതുപോലെയുള്ള ഒരുപാട് വേട്ടയാടലുകൾ കോൺഗ്രസും BJPയും അദ്ദേഹത്തിനെതിരെ നടത്തിയിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്തെ വർദ്ധിച്ച ഇഞ്ച് പരുവത്തിലാക്കിയവരാണ്. അവിടെ നിന്നൊരു ഫീനിക്സ് പക്ഷിയെ പോലെയാണ് അദ്ദേഹം ഉയർത്തിയെഴുന്നേറ്റത്. അങ്ങനെയുള്ള അദ്ദേഹത്തിനെയാണ് ഇപ്പോഴും ഈ ഒരു വേട്ടയാടലുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്രത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയൊക്കെയുള്ള ആളാണെങ്കിൽ സമ്മതിച്ചു. അങ്ങനെയുള്ള ആളാണെങ്കിൽ പിന്നെ എന്തിന് ഭയക്കണം? മടിയിൽ കനമില്ലെങ്കിൽ എന്തിനാ സഖാവെ ഇങ്ങനെ കിടന്ന് മൂങ്ങുന്നത് എന്നാണ് ജനം ചോദിക്കുന്നത്. തീയിൽ കുരുത്തത് ഇപ്പോൾ EDയുടെ മുന്നിൽ വാടിക്കൊണ്ടിരിക്കുകയാണെന്നും ജനം കമന്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ മടിയിൽ കനമില്ലെങ്കിൽ ED റെയ്ഡ് വരികയാണെങ്കിൽ അതിനെ നേരിടണം. അല്ലാതെ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് ദേശീയ രക്ഷാപ്രവർത്തനം തന്നെയല്ലേ എന്നൊക്കെയാണ് ജനം ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ നിയമാനുസൃതമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. തിരുവനന്തപുരത്തെ വാടക വീട്ടിലേക്കാണ് CPM നേതാക്കളുടെ ഇതും പറഞ്ഞുകൊണ്ടുള്ള ഒഴുക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നത്. 99% കേസുകളും കെട്ടിച്ചമച്ച കേസുകളാണ്. ഒരുപാട് അഗ്നിപാതയിലൂടെ കടന്നു വന്നതാണ് കേരളത്തിലെ CPM. വേട്ടയാടൽ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിട്ടു. കേരളത്തിലെ ജനങ്ങൾക്ക് CPMൽ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഇത്തവണ ഭരണം പോയത്. അത് ഓർക്കണം. ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. ഈ ഓലപ്പാമ്പ് ഒന്നും കണ്ട് പിണറായി പേടിക്കില്ലെന്നും ജോൺ ബ്രിട്ടാസ് പറയുന്നുണ്ട്. അന്വേഷണം തുടരാനുള്ള ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ അതീവ രഹസ്യമായി നടത്തിയ ED റെയ്ഡ് CPM കേന്ദ്രങ്ങളെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ED റെയ്ഡ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു മിന്നൽ പരിശോധന തന്നെയായിരിക്കും. ആരും കൊട്ടിഘോഷിച്ചുകൊണ്ട് മാധ്യമങ്ങളിലൂടെ നാളെ ഇത്രാം സമയത്ത് ഞങ്ങൾ അവിടെ എത്തി റെയ്ഡ് നടത്തുമെന്നൊന്നും ED പറയാറില്ല. കൃത്യമായിട്ട് അവരെ നിരീക്ഷിച്ച് കൃത്യമായിട്ട് ഒന്നിലധികം സ്ഥലങ്ങളിൽ റെയ്ഡ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം തന്നെ ഒരേ സമയത്തായിരിക്കും ED സാധാരണ റെയ്ഡ് നടത്താറുള്ളത്. ഇന്ന് രാവിലെ 6:10 പോലീസിനെ അടക്കം ഒഴിവാക്കി കേന്ദ്ര സേനയ്ക്കൊപ്പം ED എത്തിയിരിക്കുന്നത്. 40ഓളം ഉദ്യോഗസ്ഥരാണ് പിണറായിയുടെ വാടക വീട്ടിലുള്ളത്. വീടിന്റെ പുറത്ത് CPM നേതാക്കളുടെ കുത്തിയിരിപ്പ് പ്രതിഷേധം അവിടെ നടക്കുകയാണ്. മുൻ മന്ത്രി V ശിവൻകുട്ടി, VK പ്രശാന്ത് MLA, V ജോയ് MLA, ആനാവൂർ നാഗപ്പൻ അടക്കമുള്ളവർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ED റെയ്ഡിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിനും CPM തയ്യാറെടുക്കുന്നുണ്ട്. ED റെയ്ഡിനെ അപലപിച്ച് CPM രംഗത്തെത്തിയിട്ടുണ്ട്. പിണറായി ഉന്നമിട്ട BJP നടത്തുന്ന നീക്കമാണിത്. ഇതുകൊണ്ടാണ് പിണറായിയോ CPMനെയോ ഭയപ്പെടുത്താനാവില്ലെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രതികരണം. CMRന്റെ സഹസ്ഥാപനമായ നിപുണയിലെ കളമശ്ശേരി ഓഫീസിലും റെയ്ഡ് നടക്കുകയാണ്. നിപുണയിൽ നിന്നും വീണയുടെ കമ്പനിയായ എക്സാലോജിക്ക് മാസപ്പടിയായി പണം പോയിട്ടുണ്ട്. CMRൽ ഇടപാടിൽ ED എത്തിച്ചതും SFIOയുടെ അന്വേഷണമാണ്. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് വീണ ജോർജിനെതിരെ SFIO അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അന്വേഷണത്തിനൊടുവിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും വീണ വിജയനെ
11ാം പ്രതിയാക്കുകയുമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രി വി.ഡി. സതീശനും എതിരെയായിട്ടാണ് ഇപ്പോൾ അവിടെ പ്രതിഷേധിക്കാൻ എത്തിയവരൊക്കെ തന്നെ മുദ്രാവാക്യം വിളിക്കുന്നത്. മോദി മേനോൻ, വി.ഡി. ഇ.ഡി. വേട്ട, CPM-നോട് വേണ്ട എന്ന് എഴുതിയ ബാനറും പ്രവർത്തകർ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ വി.ഡി. സതീശനെ തെറി വിളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും, ഈ പറച്ചിൽ കേട്ടാൽ വി.ഡി. സതീശൻ പറഞ്ഞയച്ചതാണ് ഇ.ഡി. എന്ന്. UDF സർക്കാർ അധികാരത്തിൽ കയറി 1 മാസം പോലും കഴിഞ്ഞില്ല. പിണറായി സർക്കാർ 10 കൊല്ലം ഭരിച്ചിരുന്നതിനിടയിൽ എത്രയോ തവണ റെയ്ഡ് നടന്നിട്ടുണ്ട്. അന്നൊന്നും ആരും വി.ഡി. സതീശനെ കുറ്റം പറഞ്ഞിരുന്നില്ല, വി.ഡി. സതീശനെ തെറിയും വിളിച്ചിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഭരണം കയ്യിലില്ലാത്തത് കൊണ്ട് സതീശനെ കൂടി തെറി വിളിക്കാമെന്ന് കരുതി. അതുകൊണ്ടാണ് ഈ ബാനറുകളിലൊക്കെ തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പേരും എഴുതി ചേർത്തിരിക്കുന്നത്. ഏതായാലും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലെ ഇ.ഡി. റെയ്ഡിൽ കേരള പോലീസിന് ഒരു അറിവുമില്ലെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരിക്കുന്നത്. റെയ്ഡിനെ കുറിച്ച് കേരള പോലീസിന് ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന പോലീസിന്റെ സഹായം അവർ തേടിയിട്ടില്ല. കേന്ദ്ര ഏജൻസികളാണ് റെയ്ഡ് നടത്തുന്നത്. കേന്ദ്ര സേനകളുടെ സുരക്ഷയിലാണ് പരിശോധന നടത്തുന്നതെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. റെയ്ഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര ഏജൻസികളോടാണ് ചോദിക്കേണ്ടത്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ഒരു അറിവുമില്ല. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കണ്ടത് കേരളത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എത്ര തവണ പോയി മോദിയെ കണ്ടു? അതൊക്കെ സാധാരണ സർക്കാർ നടപടികളുടെ ഭാഗമാണ്. അതിനെ ഇതുമായി കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ലെന്നും ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടതും റെയ്ഡും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നതിന്റെ പിന്നിലെ രാഷ്ട്രീയ ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലാകുമെന്നും ചെന്നിത്തല പറഞ്ഞു. റെയ്ഡിനെ പറ്റി ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നാണ് DGPയും അറിയിച്ചത്. കോൺഗ്രസും BJPയും ചേർന്ന് എന്നത് സ്ഥിരം പല്ലവിയാണ്. കോൺഗ്രസ് എന്താണെന്നും BJP എന്താണെന്നും CPM എന്താണെന്നും ജനങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. അതുകൊണ്ട് അത്തരം പ്രചാരണങ്ങളൊക്കെ കടന്ന കൈയാണ്. കൂട്ടുകെട്ടുണ്ടാക്കിയവർക്ക് ഇപ്പോൾ എന്തു പറ്റിയെന്നാണ് ചോദിക്കാനുള്ളതെന്ന് രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. CPM-ഉം BJPയും തമ്മിലായിരുന്നു ഏറ്റവും വലിയ ബന്ധം. ഇവരായിരുന്നു കൂട്ടുകെട്ടുണ്ടാക്കിയത്. അപ്പോൾ ആ ബന്ധം എങ്ങനെ പൊളിഞ്ഞു, എന്ത് സംഭവിച്ചു എന്നാണ് ജനങ്ങളോട് അവർ പറയേണ്ടതെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും കേരള പോലീസിനെതിരെ ഒരു ബന്ധവുമില്ല എന്ന് രമേശ് ചെന്നിത്തല തന്നെ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതേസമയം പ്രവർത്തകരോട് തെരുവിൽ പ്രതിഷേധം നടത്താൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് CPM. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഏരിയ ലോക്കൽ മേഖലകളിലടക്കം ജനകീയ പ്രതിഷേധം നടത്തുന്നതിനൊപ്പം മുഴുവൻ ബ്രാഞ്ചുകളിലും പന്തം കൊളുത്തി പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചതായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഗോവിന്ദൻ. ഇതിനിടെ റെയ്ഡ് നടക്കുന്ന പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടിന് മുന്നിലും റിയാസിന്റെ കോഴിക്കോട്ടെ വീടിന് മുന്നിലും നേതാക്കളും പ്രവർത്തകരും എത്തി പ്രതിഷേധം നടത്തി വരികയാണ്. അതായത് ഒരു കലാപ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കേരളം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് രാവിലെ മുതലാണ് ED റെയ്ഡ് അവിടെ നടന്നത്. ഇപ്പോഴും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനിടയിലാണ് പുറത്ത് വലിയ രീതിയിൽ CPM മുതിർന്ന നേതാക്കളുടെയൊക്കെ തന്നെ പ്രതിഷേധം നടന്നു വരുന്നത്.